അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കേരള വിഷൻ പ്രേക്ഷകർക്കും ഇസ്ലാം അറിവിലേക്ക് ഹാർദമായ സ്വാഗതം. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള് വജഅലൽ ളുലുമാതി വന്നൂർ സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅ്ദിലൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വാഫിയത്തുൽ അബ്ദാനി വശിഫാഇഹാ വഅലാ ആലിഹി വസ്വഹാബിഹി വസല്ലിം തസ്ലീമൻ കസീറൻ കസീറാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അരുൾ ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയുണ്ടായി, ഇന്ന ഔവല സുമ്രത്തിൻ യദ്ഖുലൂനൽ ജന്ന അലാ സൂറത്തുൽ ഖമരി ലൈലത്തുൽ ബദർ. നാളെ പരലോകത്ത് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ അവരുടെ മുഖം ചന്ദ്രനെ പോലെ, പൂർണ്ണ ചന്ദ്രനെ പോലെ തിളങ്ങുന്നതാണ്. പൂർണ്ണ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖ കമലങ്ങളുമായിട്ടായിരിക്കും, പ്രകാശിക്കുന്ന വദന ബിംബങ്ങളുമായിട്ടായിരിക്കും സ്വർഗവാസികളുടെ ആദ്യത്തെ സംഘം സ്വർഗത്തിൽ പ്രവേശിക്കുക. നമുക്കറിയാം, ചന്ദ്രനേക്കാൾ തിളക്കം സൂര്യനാണ്. എന്തുകൊണ്ട് ഇവിടെ ചന്ദ്രനെ പ്രസ്താവിച്ചു, സൂര്യനെ പറഞ്ഞില്ല? സൂര്യൻ്റെ പ്രകാശം കുറേ കൂടി തീക്ഷ്ണമാണ്, ശക്തമാണ്. പക്ഷേ സൂര്യൻ്റെ നേരെ നോക്കാൻ നമുക്ക് കഴിയില്ല. നേരെ മറിച്ച് 14-ാം രാവിലെ ചന്ദ്രൻ സമാധാനത്തോടെ, ശാന്തതയോടെ, ആർക്കും വളരെ കുളിർമയോടുകൂടി ആ ചന്ദ്രൻ്റെ നേരെ നോക്കാൻ സാധ്യമാകും. അതുകൊണ്ടാണ് സ്വർഗവാസികളുടെ ആദ്യത്തെ സംഘം അവരുടെ മുഖം ചന്ദ്രനെ പോലെ പ്രകാശിക്കുമെന്ന് മഹാനായ പ്രവാചകൻ അരുൾ ചെയ്തത്. ഖുലൂബുഹും അലാ റജുലിൻ വാഹിദിൻ. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, അവരുടെ ഹൃദയങ്ങൾ ഒരൊറ്റ ഹൃദയം പോലെയായിരിക്കും. ഐക്യത്തിലും സ്നേഹത്തിലും രഞ്ജിപ്പിലും യോജിപ്പിലും സ്വർഗവാസികളെല്ലാം ഒരൊറ്റ ഹൃദയമായിരിക്കും. രണ്ടാമതൊരു ഹൃദയമുള്ളതുപോലെ തോന്നില്ല. ലഖ്തിലാഫ ബൈനഹും, അതായത് അവർക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. ഒരു തീരുമാനമെടുത്താൽ എല്ലാവരും ഒരേ തീരുമാനം. ഒരു സംശയം, ഒരു വിമതൻ, ഒരു ഗ്രൂപ്പ് അവർക്കിടയിൽ ഉണ്ടാവുകയില്ല. ലികുല്ലി ഇംരിഇൻ മിൻഹും സൗജാനി മിനൽ ഹൂറുൽ ഐൻ. അതിസുന്ദരികളായ ഹൂറുൽ ഐങ്ങളിൽ നിന്നും രണ്ടിണകളെ അള്ളാഹു ഓരോ പുരുഷനും നൽകുന്നതാണ്. യുറാ മുഖു സൂഖിഹിന്ന മിൻ വറാഇൽ ഇലാം വല്ലഹ്മി മിനൽ ഹുസ്ൻ. അവരുടെ സൗന്ദര്യം പറഞ്ഞറിയിക്കുക സാധ്യമല്ല. അവരുടെ കാൽമടമ്പുകളുടെ മജ്ജ സൗന്ദര്യത്തിൻ്റെ സുതാര്യതയുടെ പേരിൽ പിന്നിൽ നിന്ന് നോക്കിയാൽ വ്യക്തമായി കാണത്തക്കവണ്ണം അത്രയും പ്രകാശം വമിക്കുന്ന സുതാര്യമായ സുന്ദരികളായ ഹൂറുലീങ്ങളിൽ നിന്നും 2 പേരെയാണ് ഒരു പുരുഷൻ ഇണകളായി ലഭിക്കുക. ലാ യസ്കുമൂന, സ്വർഗവാസികൾക്കൊരിക്കലും രോഗം പിടിപെടുകയില്ല. വലാ യബൂലൂന വലാ യതഗവ്വതൂന, അവർക്ക് മലമൂത്ര വിസർജനം ഉണ്ടാവുകയില്ല. അതൊക്കെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ. സ്വർഗവാസികൾക്ക് മലമോ മൂത്രമോ മറ്റ് നജീസുകളോ ഒന്നും ഉണ്ടാകുന്നതല്ല. മാത്രമല്ല വലാ യത്ഫുലൂന, അവർക്ക് തുപ്പലുണ്ടാവുകയില്ല. തുപ്പേണ്ട ആവശ്യം വരുന്നില്ല. ദുനിയാവിലെ ജീവിതത്തിലാണ് പരിസരം മുഴുവൻ തുപ്പി വൃത്തികേടാക്കുന്നത്. തുപ്പൽ എന്ന് പറയുന്ന ഒരു കാര്യം അവർക്കുണ്ടാകുന്നതല്ല. വലാ യംതഖിത്തൂന, അവരുടെ മൂക്കിൽ നിന്ന് അഴുക്ക് വരുന്നതല്ല. മൂക്കു ചീറ്റേണ്ട അല്ലെങ്കിൽ മൂക്കിൽ കൂടി എന്തെങ്കിലും ഒലിക്കുന്ന ഒരു പ്രവണത സ്വർഗത്തിലുണ്ടാകുന്നതല്ല. ആനിയതുഹും അദ്ദഹബു വൽ ഫില്ലതു, സ്വർഗത്തിലെ പാത്രങ്ങളെല്ലാം ഒന്നുകിൽ വെള്ളി അല്ലെങ്കിൽ സ്വർണമായിരിക്കും. തങ്കത്താലോ വെള്ളിയാലോ നിർമ്മിക്കപ്പെട്ട പാത്രങ്ങൾ മാത്രമാണ് അവിടെ ഉപയോഗിക്കപ്പെടുക.
വ അംഷാത്തുഹുമദ്ദഹബു, സ്വർഗവാസികൾ തലയിരുന്ന ചീർപ്പ്, കോമ്പ്, അത് സ്വർണമായിരിക്കും, തങ്കം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിരിക്കും. വവുഖൂദു മജാരിഹിമൽ ഉലുവു, അവരുടെ ധൂമക്കുറ്റികളിൽ പുകയ്ക്കപ്പെടുന്നത്, വാസസ്ഥലങ്ങളിൽ മണിമേടകളിൽ എപ്പോഴും ഇങ്ങനെ സുഗന്ധത്തിൻ്റെ പുക ഉയർന്നുകൊണ്ടിരിക്കും. പുകയ്ക്കപ്പെടുന്ന ഏറ്റവും വില കൂടിയ മുന്തിയ തരത്തിലുള്ള ഊതായിരിക്കും. ഉലുവ്, അതിനേക്കാൾ വലിയൊരു സുഗന്ധം വമിക്കുന്ന ഒന്ന് പുകയ്ക്കാൻ ലോകത്ത് വേറെയില്ല. ലോകത്തെ ഏറ്റവും നല്ല ഉലുവ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്നത് ഭാരതത്തിലായിരുന്നു. ഭാരതത്തിലെ ഊദിനാണ് ഉലുവ് എന്ന അറബിയിൽ പറയുക. ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും മികച്ച ഊദ്, ഇന്ത്യയിൽ കിട്ടുന്ന ഉലുവ് അതിനേക്കാൾ എത്രയോ ഗംഭീരമായിരിക്കും സ്വർഗത്തിലെ പുകയ്ക്കപ്പെടുന്ന വസ്തു. വറഷുഹുമൽ മിസ്കു, അവരുടെ വിയർപ്പ്, സ്വർഗവാസികളുടെ വിയർപ്പിന് കസ്തൂരിയുടെ ഗന്ധമായിരിക്കും. അലാ സൂറത്തി അബിഹിം ആദം, ഓരോ സ്വർഗവാസിയും ആണും പെണ്ണുമെന്ന് പുനഃസൃഷ്ടിക്കപ്പെടുക. ലോകത്തെ ഒന്നാമത്തെ മനുഷ്യൻ ആദം അലൈഹിസ്സലാമിൻ്റെ കോലത്തിലായിരിക്കും, വലുപ്പത്തിലായിരിക്കും. സിത്തൂന ദിറാ, അതായത് 60 മുഴം ഉയരമുണ്ടാകും. 60 മുഴം ഉയരമുണ്ടാകും. സ്വർഗത്തിലെ ആസ്വാദ്യതകൾ, സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ പര്യാപ്തമായ നിലയിലായിരിക്കും അവരുടെ സൃഷ്ടിപ്പ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നാളെ സ്വർഗത്തിൽ സംഭവിക്കാൻ പോകുന്നവയെക്കുറിച്ചുള്ള പ്രവാചകൻ്റെ പ്രവചനങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അള്ളാഹു ആ സ്വർഗവാസികളിൽ ഉൾപ്പെടാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. അമൂല്യമായ, അനർഘമായ, അജയ്യമായ, പ്രൈസ്ലെസ് അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങളാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂടിപ്പൊതിഞ്ഞ അത്യുന്നത ഭവനമാണ് സ്വർഗം. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ലോകത്തൊരു ബുദ്ധിമാൻ്റെയും ഒരു ശാസ്ത്രജ്ഞൻ്റെയും മനസ്സിൽ രൂപപ്പെടുകയോ ഭാവനയിലോ ചിന്തയിലോ വിടരാത്ത അതിമഹത്തായ സുഖസന്തോഷങ്ങളുടെ ഭവനമാണ് സ്വർഗം. സ്വർഗത്തിൻ്റെ കൃത്യമായ ഒരു രൂപമോ ചിത്രമോ സമർപ്പിക്കുവാൻ ലോകം കണ്ട ഏറ്റവും വലിയ ജ്ഞാനിക്കോ ചിന്തകനോ തത്വജ്ഞാനിക്കോ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കണം. സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും രസാനുഭൂതികളും ആനന്ദ സുഖ സന്തോഷങ്ങളും അനുഭവിച്ചാലല്ലാതെ മനസ്സിലാവുകയില്ല. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഒരു പട്ടണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു വലിയ കാഴ്ചയെക്കുറിച്ച്, ഏറ്റവും വലിയ കെട്ടിടത്തെക്കുറിച്ച് അത് കണ്ട ആൾ പോയി കണ്ടിട്ട് വന്ന് നമ്മളോട് വിശദീകരിച്ച് തന്നാൽ, വിവരിച്ച് തന്നാൽ, അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്ന ഒരു സങ്കല്പം, ആ സങ്കല്പം യാഥാർത്ഥ്യത്തെ അപേക്ഷിച്ച് എത്രമാത്രം പരിമിതമായിരിക്കുമെന്ന് നമുക്കറിയാം. ആ വിവരണം ഒരിക്കലും ആ വിവരണത്തിലൂടെ യാഥാർത്ഥ്യം കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. ഈ പറഞ്ഞതുപോലെ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി കാണാനോ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ ഒന്നും ഈ വിവരണത്തിൽ ആർക്കും കഴിയില്ല. അതിൻ്റെ കേവലം ഒരു രൂപം, ഒരു ഭാവന മാത്രമാണ് നമുക്ക് മനസ്സിലാകുക. അങ്ങനെയാണെങ്കിൽ പിന്നെ അനന്തം, അജ്ഞാതം, അവർണ്ണനീയമായ സ്വർഗീയ ആരാമങ്ങളെക്കുറിച്ച് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ സാധ്യമാകുമെന്ന് ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഖുലൂബുഹും അലാ റജുലിൻ വാഹിദിൻ ലഖ്തിലാഫ ബൈനഹും. സ്വർഗവാസികളുടെ ഹൃദയങ്ങൾ മുഴുവനും ഒറ്റ ഹൃദയം പോലെയാണ്. അവർക്കിടയിൽ യാതൊരു അഭിപ്രായ ഭിന്നതകളും ഉണ്ടാകുന്നതല്ല. പകയില്ല, കുശുമ്പില്ല, കുന്നായ്മയില്ല, അസൂയയില്ല, ശത്രുതയില്ല, വൈരാഗ്യമില്ല, പൊങ്ങച്ചമില്ല, അഹങ്കാരമില്ല, അഹംഭാവമില്ല, മേധാവിത്വ മനോഭാവം, അസുരഭാവങ്ങളൊന്നുമില്ലാത്ത പ്രകൃതിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികൾക്ക് കൊടുത്തിരിക്കുന്നത്. സ്നേഹവും മമതയും സഹകരണവും സന്മനസ്സും വിനയവും ലാളിത്യവും
ഇഷ്ടവും ഇണക്കവും തൃപ്തിയും പ്രസാദവും മാത്രമാണ് അവർക്കുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തിൽ ഒരൊറ്റ തീരുമാനം, ഒരെതിരഭിപ്രായം പറയാൻ പോലും ആരും ഉണ്ടാവില്ല. ആ നിലയിലാണ് സ്വർഗവാസികളെ സ്വർഗത്തിൽ അല്ലാഹു തആല പ്രവേശിപ്പിക്കുക. ദുനിയാവിൽ വെച്ച് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന കുശുമ്പുകളും കുന്നായ്മകളും പിണക്കങ്ങളും അഹങ്കാരങ്ങളും എല്ലാം മായ്ച്ച് കളഞ്ഞിട്ട് ആ അംശം ഹൃദയത്തിൽ നിന്ന് മാറ്റിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഇല്ലിൻ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, പിണക്കമുണ്ടാക്കുന്ന, വഴക്കുണ്ടാക്കുന്ന, അഭിപ്രായ ഭിന്നതയുണ്ടാകുന്ന ഹൃദയത്തിലെ ഘടകത്തെ മാറ്റിയിട്ടാണ്, ഊരിക്കളഞ്ഞിട്ടാണ് നാം സ്വർഗത്തിൽ സ്വർഗവാസികളെ പ്രവേശിപ്പിക്കുക. സന്തോഷിക്കുക. മഹാനായ പ്രവാചകൻ പറഞ്ഞു, ലിക്കുല്ലി ഇംരിഇൻ മിൻഹും സൗജാനി മിനൽ ഹൂറിൽ ഐൻ, ഓരോ സ്വർഗവാസിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ഇണകളെയാണ് കൊടുക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, ലൗ അന്ന ഇംറഅതൻ മിൻ നിസാഇ അഹ്ലിൽ ജന്ന ഇത്തലഅത് ഇലൽ അർളി ലഅളാഅത് മാ ബൈനഹുമാ, സ്വർഗത്തിലെ ഹൂറുലീങ്ങളിൽ നിന്ന് ഒരു പെണ്ണ്, ഒരു സ്ത്രീ ഭൂമിയിലേക്കെങ്ങാനും ഒന്ന് വെളിപ്പെട്ടാൽ, എത്തി നോക്കിയാൽ പ്രപഞ്ചത്തിൻ്റെ ഇരുഭാഗങ്ങളും മിന്നിത്തിളങ്ങുന്നതാണ്. വല മലഅത് മാ ബൈനഹുമാ രീഹ, ഈ പ്രപഞ്ചം, ഈ ഭൂമി മുഴുവനും അതിൻ്റെ സുഗന്ധം, അവരുടെ സുഗന്ധം അടിച്ചു വീശുന്നതാണ്. വല നസീഫുഹ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹ, ആ ഹൂർലീങ്ങൾ തലയിലണിഞ്ഞിരിക്കുന്ന ഒരു തട്ടത്തിൻ്റെ വില നിശ്ചയിച്ചാൽ ഈ ഭൂമിയും ഭൂമിയിലുള്ള സകല വസ്തുക്കളും കൊടുത്താലും ആ തട്ടം കരകതമാകുന്നതല്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്. സ്വർഗീയ തരുണികളിൽ ഒരാൾ ഭൂമിയിലേക്കൊന്ന് എത്തി നോക്കിയാൽ ഈ പ്രപഞ്ചം മുഴുവൻ പ്രകാശിച്ചു പോകും. വേൾഡ് ഇല്യൂമിനേറ്റിംഗ്, ഈ പ്രപഞ്ചം മുഴുവൻ പ്രകാശിച്ചു പോകും. ഇതൊന്നും അതിശയോക്തിയല്ല, പ്രവാചകൻ പറയുന്നത് 100% സത്യമാണ്. സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലുള്ള മുഴുവൻ പ്രദേശങ്ങളും സുഗന്ധം കൊണ്ട് നിറയുന്നതാണ്. അവരുടെ തലയിലെ തട്ടത്തിന് ഭൂമിയിലെ ഒരു വസ്തുവിനും വില നിശ്ചയിക്കുവാൻ സാധ്യമല്ല. ഈ ഭൂമിയും ഈ ഭൂമിയിലുള്ള വസ്തുക്കൾക്കൊന്ന് വിലയിടുക ആർക്ക് കഴിയും? അത് കൊടുത്താലും ആ തട്ടം കിട്ടില്ലെങ്കിൽ ആരായിരിക്കും അവർ? നമുക്കറിയാം, ഭൂമിയിലെ ചില രത്നങ്ങളുടെ വില പോലും നിശ്ചയിക്കുവാൻ ലോകത്തിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ഷാജഹാൻ ചക്രവർത്തി തൻ്റെ ഡൽഹിയിലെ ലാൽ കില എന്ന കൊട്ടാരത്തിലെ ചെങ്കോട്ടയിലെ സിംഹാസനത്തിൽ, മയൂര സിംഹാസനത്തിൽ, അതിൻ്റെ തലപ്പത്ത് വെച്ചിരുന്ന കോഹിനൂർ രത്നത്തിൻ്റെ വില ഇന്നും ലോകം നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലെ വില നിശ്ചയിക്കാവുന്ന മുഴുവൻ വസ്തുക്കളും കൊടുത്താലും കിട്ടാവുന്ന തട്ടമാണ്, മക്കനെയാണ് സ്വർഗവാസിനികൾ അണിഞ്ഞിരിക്കുകയെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? ആ സ്വർഗവാസിനികളെ, ആ തരുണികളെ ലഭ്യമാക്കാനായിട്ടാണ് ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അൻ അബീ സഈദുൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു ഖാൽ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തതായി അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. യുനാദി മുനാദിൻ, സ്വർഗവാസികൾ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ ഒരു വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയും, ഇന്നലകുമൻ തസിഹു ഫലാ തസ്കിമു അബദാ, ഹേ സ്വർഗവാസികളെ, ഇനി കാലാകാലം, അനശ്വരകാലം, കാലമില്ലാത്ത കാലം, ശാശ്വതമായ രീതിയിൽ നിങ്ങൾ ആരോഗ്യത്തോടുകൂടി ഈ സ്വർഗത്തിൽ താമസിച്ചു കൊള്ളുക. ലൈഫ് ലോങ് ഹെൽത്തിയാണ്. ഇനി കാലാകാലം നിങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കും. ഫലാ തസ്കിമു അബദ, ലൈഫ് ലോങ്, നോ ഡിസീസാണ്. രോഗം എന്ന് പറയുന്ന ഒന്ന് നിങ്ങൾക്കുണ്ടാവുകയില്ല. രോഗം നിങ്ങൾക്കുണ്ടാകുന്നതല്ല, രോഗമേ ഇല്ല, രോഗത്തോട് വിട. വൈന്നലക്കുമൻ തഹ്യു, എറ്റേണൽ ലൈഫാണ്.
ഇനി എക്കാലത്തും ജീവിതമാണ്, മരണമെന്ന് പറയുന്ന ഒരു കാര്യമില്ല. മരണത്തെ മരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. മരണമെന്ന് പറയുന്ന ഒരു വാക്കിനിയില്ല. മരണമുണ്ടാകുന്നതല്ല, കാലാകാലം ജീവിതമാണ്. ഫലാ തമൂതു അഹദ, ഡെത്ത് വിൽ നോട്ട് അഫക്റ്റ് യു. നിങ്ങൾക്കൊരിക്കലും മരണം ബാധിക്കുന്നതല്ല, മരണം പിടികൂടപ്പെടുന്നതല്ല. വൈന്നലക്കുമൻ തഷിഫു, നിങ്ങളെക്കാലത്തും യൗവനമായിരിക്കും, പ്രായമധികരിക്കുകയുമില്ല. യൗവനമാണിനി എക്കാലത്തും. ഒന്ന് ആലോചിച്ച് നോക്കുക, ലൈഫ് ലോങ് യൂത്താണ്. യൗവനമാണ് എക്കാലത്തും. ദുനിയാവിൽ യൗവനം പെട്ടെന്ന് മറയുകയാണ്. നരച്ച മുടി കറുപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് മനുഷ്യൻ നെട്ടോട്ടമോടുകയാണ്. മുഖത്തെ പാടുകളും ചുളിവുകളും നീക്കാൻ എന്തെല്ലാം ടെക്നിക്കുകൾ ഉപയോഗിക്കുകയാണ്. യൗവനത്തെ പിടിച്ചു നിർത്താൻ, യുവത്വത്തെ പിടിച്ചു നിർത്താൻ ഭൂമിയിൽ നമ്മൾ സൂത്രപ്പണികൾ ചെയ്യുന്നുവെങ്കിൽ സ്വർഗത്തിൽ അതിൻ്റെ ആവശ്യമില്ല. ലൈഫ് ലോങ് യൂത്താണ്. വൈന്നലക്കുമൻ തഷിബു ഫലാ തഹ്റമു അബദ. ഓൾഡ് ഏജ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടാകുന്നില്ല, വാർദ്ധക്യം ബാധിക്കുന്നതേയല്ല. വൈന്നലക്കുമൻ തൻഅമു, എക്കാലത്തും നിങ്ങൾക്ക് സന്തോഷമാണ്, ഹാപ്പിനെസ് ആൻഡ് എൻജോയ് ആണ്. സന്തോഷം, ആഹ്ലാദം, ഉത്സവമല്ലാതെ അവിടെ ദുഃഖമില്ല. ഫലാ തബസു അബദ, സോറോസ്, ഡിഫിക്കൽട്ടീസ് ഒന്നും ഉണ്ടാകുന്നതല്ല, ദുഃഖങ്ങൾക്ക് വിടയാണ്. സുബ്ഹാനല്ലാഹ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇതിൽ പരം ഒരു സന്തോഷ വാർത്ത നമുക്കെന്ന് തരണം സഹോദരങ്ങളെ. യൗവനമാണ് എക്കാലവും, വാർദ്ധക്യമില്ല. ആരോഗ്യമാണ് എക്കാലവും, അവിടെ രോഗങ്ങളില്ല. ജീവിതമാണ് കാലാകാലം, മരണമില്ല. എന്തൊരു അനുഗ്രഹമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഈ സുഖാനന്ദങ്ങളും രസാനുഭവങ്ങളും ഒക്കെ അനുഭവിക്കുന്നതിന് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങളോ കഷ്ടപ്പാടുകളോ നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിച്ചാൽ നമുക്കെന്താണ് ബുദ്ധിമുട്ട്? അല്ലലില്ലാത്ത, അലട്ടില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ മാത്രം ഭവനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സ്വർഗത്തിൽ മാലിന്യങ്ങളൊന്നും ഉണ്ടാവില്ല, രോഗങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹു റസൂലേ ഫമാ ബാലു ത്വാമി, പക്ഷേ അവിടെ യഥേഷ്ടം ഭക്ഷണപാനീയങ്ങളുണ്ടല്ലോ, അതെങ്ങനെയാണ്? അവ പുറത്തു പോകണ്ടേ? വിസർജിക്കപ്പെടണ്ടേ? അവ പുറത്തു പോകുന്നതും അവ ദഹിക്കുന്നതും അവ മൂലമുള്ള രോഗങ്ങളുടെയൊക്കെ കാര്യം എങ്ങനെയാണ്? പ്രവാചകൻ പറഞ്ഞു, വിഷമിക്കേണ്ട, ചിന്തിക്കേണ്ട കാര്യമില്ല. ജുഷാ ഉൻ വറഷുഹുൻ കറുഷാഹിൽ മിസ്കി, സ്വർഗവാസികൾക്കൊരു തരം ഏമ്പക്കമുണ്ടാകും. ആ ഏമ്പക്കത്തിലൂടെ, അവരുടെ ശരീരത്തിലുണ്ടാകുന്ന വിയർപ്പിലൂടെ ആഹാര പാനീയ പദാർത്ഥങ്ങൾ മുഴുവനും അപ്രത്യക്ഷമാകും, അതിൻ്റെ വേസ്റ്റ് പോകും. അതിന് കസ്തൂരിയുടെ സുഗന്ധമായിരിക്കും. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്യുകയുണ്ടായി, വിയർപ്പിലൂടെ, ഏമ്പക്കത്തിലൂടെ ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പുറത്തു പോകും. അവയ്ക്കൊക്കെ കസ്തൂരിയുടെ സുഗന്ധം വമിക്കുന്നതുമായിരിക്കും അവയൊക്കെ. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, ദുനിയാവിൽ തന്നെ നാം ആലോചിച്ച് നോക്കുക. നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അതേ ക്വാണ്ടിറ്റി, അതേ അളവ് വിസർജ്യമായി പുറത്തു പോകുന്നുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. കല്യാണ വീട്ടിൽ പോയി അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് ഒരു വലിയ സദ്യ, ഒരു ബിരിയാണി കഴിക്കുന്നു. അത് പിറ്റേന്ന് അതേപടി പുറത്തു പോകുന്നുണ്ടോ? ആ മാലിന്യം ആലോചിച്ച് നോക്കുക. നാം കഴിക്കുന്നതിനേക്കാൾ എപ്പോഴും കുറഞ്ഞ അളവിലാണ് മാലിന്യം പുറത്തു പോവുക. പിന്നെ നാം കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഇവിടെ പോയി, അത് ഈ പറഞ്ഞതുപോലെ കുറേ മാലിന്യമായിട്ട് പോയി, കുറേ വിയർപ്പായി, കുറേ ഗ്യാസായി, കുറേ ഏമ്പക്കമായി, അങ്ങനെയൊക്കെ അത് പോവുകയാണ്. ഏതാണ്ട് ദുനിയാവിൽ ആഹാരപദാർത്ഥങ്ങൾ ദഹിപ്പിക്കുന്നതിന്, പുറത്തു കളയുന്നതിന് അല്ലാഹു തആല ചെറിയ ഒരു രീതി നമുക്ക് കാണിച്ചു തരികയാണ്. സ്വർഗത്തിൽ ഇത് പരിപൂർണമാകും. ഈ സ്വർഗമാണ് നമുക്ക് നേടിയെടുക്കേണ്ടത്. അല്ലാഹു ഈ സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അത് നേടിയെടുക്കാനുള്ള മാർഗം അടുത്ത ആഴ്ച നമുക്ക് ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. അൽഹംദുലില്ലാഹ്, ഇസ്ലാം അറിവ് എന്ന ഈ പ്രോഗ്രാം കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നുണ്ട്.
പ്രേക്ഷക വൃന്ദം വികസിക്കുകയാണ് എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. മുഹമ്മദ് കുട്ടി ഒരുമനയൂർ എന്ന സഹോദരൻ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. ഈസ എന്നുള്ള പേര് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയതാണല്ലോ, പിന്നെങ്ങനെയാണ് ജീസസ് എന്ന് ശ്രീ യേശുവിനെ വിളിക്കുന്നത്? പരിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഹദീസുകൾ, അവയിലെല്ലാം ശ്രീ യേശുവിന് ഈസ എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. ഈസ എന്ന ഈ പേര് തന്നെയാണ് പാശ്ചാത്യർ വിളിച്ച് ജീസസ് എന്നാക്കിയത്. അതിൽ മുഹമ്മദ് കുട്ടി സാഹിബിന് അതിശയത്തിനൊന്നും അവകാശമില്ല. ഓരോ പേരും ഉച്ചാരണത്തിൽ നാടുകൾക്കനുസരിച്ച്, ഭാഷയനുസരിച്ച് വ്യത്യാസമുണ്ടാകും. നമ്മുടെ കൊല്ലം ഇംഗ്ലീഷുകാരൻ വിളിക്കുന്നത് കൊയിലോൺ എന്നാണ്. നമ്മുടെ കോഴിക്കോട് ബ്രിട്ടീഷുകാർക്ക് കാലിക്കറ്റാണ്. എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നിരത്താം. ഭാഷ രാജ്യമൊക്കെ മാറുമ്പോൾ ഉച്ചാരണം, പ്രൊനൗൺസിയേഷൻ വ്യത്യാസം വരും. ഈസ തന്നെയാണ് ജീസസ്. അതൊക്കെ ഒരു ഉച്ചാരണത്തിലെ വൈകല്യങ്ങളാണ്. മുഹമ്മദ് കുട്ടി എന്ന നല്ല പേരിട്ടിട്ട് മമ്മൂട്ടി എന്ന് വിളിച്ചു മാറ്റുന്നവരാണ് നമ്മൾ. അതൊക്കെ ശാഖാപരമായ അല്ലെങ്കിൽ പ്രാദേശികപരമായ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. അതിലൊന്നും യാതൊരു അതിശയവുമില്ല. ജീസസും ഈസയും യേശുവും എല്ലാം ഒന്ന് തന്നെ, വ്യത്യസ്തമായ ഭാഷകളിൽ, രാഷ്ട്രങ്ങളിൽ പറയപ്പെടുന്നു എന്ന് മാത്രം. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഏപ്രിൽ 10 ഈ വിനീതൻ ഉംറയ്ക്ക് പുറപ്പെടുന്നു. മെയ് 1 റഷ്യയിലേക്ക് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സിയാറത്ത് ചെയ്യാനായിട്ട് പുറപ്പെടുന്നു. ഇൻഷാ അല്ലാഹ് സെപ്റ്റംബർ 4 ബൈത്തുൽ മുഖദ്ദസ്, ഈജിപ്റ്റ്, ഇസ്രയേൽ, ഫലസ്തീൻ, ജോർദാൻ, ഈ 4 രാജ്യങ്ങളിലേക്കും പുറപ്പെടുന്നു. ഈ 3 യാത്രകളിൽ ഏതിലെങ്കിലും ഒന്നിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ദയവായി താഴെ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ട് ബുക്ക് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട നമ്പർ 9387544151. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം അറിവിലൂടെ മനസ്സിലാക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഇസ്ലാം അറിവ്, കേരള വിഷൻ, ഗിരിനഗർ, കടവന്ത്ര, കൊച്ചിൻ 20. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.